നമസ്കാരം. ശ്രീകലാ ധനേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്. ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള യുദ്ധം, പിന്നെ വൃത്രന്റെ ഭക്തി പ്രവാഹവും എന്നതിനെക്കുറിച്ചാണ്. വൃത്രാസുരന്റെ ധർമ്മോപദേശം അസുരന്മാർ ചെവിക്കൊണ്ടില്ല. അവർ മനം തളർന്ന് യുദ്ധക്കളം വിട്ട് പലായനം ചെയ്തു. ദേവന്മാർ അവരെ പിന്തുടർന്ന് ഛിന്നഭിന്നമാക്കി. തന്റെ സൈന്യങ്ങളുടെ അനാഥാവസ്ഥ കണ്ട് വൃത്രൻ വല്ലാതെ ശോഭിച്ചു. ദേവന്മാരെ ഒറ്റയ്ക്ക് തടുത്തു നിർത്തിക്കൊണ്ട് ഗംഭീരമായി പറഞ്ഞു: യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിപ്പോകുന്ന ഭീരുക്കളെ വധിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? നിങ്ങൾ ഇത്രത്തോളം അല്പന്മാരാണോ? നിങ്ങൾക്ക് യുദ്ധത്തിൽ കൊതിയുണ്ടോ? ജീവിച്ചിരുന്നതു മതിയെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ വരുവിൻ, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്താം. ഇങ്ങനെ പറഞ്ഞ് നെഞ്ചും കാണിച്ചുകൊണ്ട് ലോകങ്ങളെല്ലാം കിടുങ്ങുമാ അട്ടഹസിച്ചു. ആ ഗർജന മാത്രത്താൽ ദേവന്മാർ പലരും മോഹാത്സ്യപ്പെട്ട് വീണുപോയി. അവരെ ചവിട്ടി മർദ്ദിച്ചുകൊണ്ട് വൃത്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ ഇന്ദ്രൻ കോപാകുലനായി വൃത്രന്റെ നേർക്ക് മഹാഗദയെ പ്രയോഗിച്ചു. വൃത്രൻ അതിനെ ഇടത്തെ കൈകൊണ്ട് അനായാസമായി പിടിച്ച് അതുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ ഐരാവതത്തെ അടിച്ചു. ആന രക്തം ഛർദ്ദിച്ചുകൊണ്ട് പുറകോട്ടോടി. ആയുധമില്ലാതെ ഇന്ദ്രൻ വിഷണ്ണനായി നിന്നു. ആ അവസ്ഥയിൽ വൃത്രന് ഇന്ദ്രനെ വധിക്കാമായിരുന്നു. പക്ഷേ ധർമ്മജ്ഞനായ ആ മഹാത്മാവ് അത് ചെയ്തില്ല. തന്റെ ഭ്രാതാവിനെ ക്രൂരമായി വധിച്ച ഇന്ദ്രനെ നോക്കി വൃത്രൻ ദുഃഖിതനായി പറഞ്ഞു: ഇന്ദ്ര, നിന്നെ വിശ്വസിച്ച് ഗുരുവായ ബ്രാഹ്മണനെ അശേഷം കരുണ കൂടാതെ നീ കൊന്നുവല്ലോ. നിന്റെ ഹൃദയം കല്ല് തന്നെ. നരഭോജികളായ രാക്ഷസന്മാർ പോലും ഗുരുവിനെ കൊല്ലുകയില്ല. ഈ മഹാനീചകൃത്യം മൂലം നിന്നെ എന്തെങ്കിലും ഗുണാംശമുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അതെല്ലാം നശിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിന്റെ തലയറുത്തിടുവാൻ പോവുകയാണ്. എൻ്റെ മുമ്പിൽ നിന്ന് നിന്റെ ശവമെടുത്തുകൊണ്ടുപോയി ദഹിപ്പിക്കുവാൻ പോലും നിന്റെ ആൾക്കാർ ധൈര്യപ്പെടുകയില്ല. അതിവിടെ കിടന്നുകൊണ്ട് കഴുകുകൾ തിന്നും. അഥവാ നിനക്കെന്നെ കൊല്ലാനും കഴിഞ്ഞേക്കാം. എന്തെന്നാൽ നിന്റെ ആയുധം ദധീചി മഹർഷിയുടെ തപസ്സിനാലും ഭഗവാന്റെ തേജസ്സിനാലും ഉത്തേജനം ചെയ്യപ്പെട്ടതാണല്ലോ. ഭഗവാന്റെ കൃപ എവിടെയോ അവിടെയല്ലേ ജയമുള്ളൂ. അതിനാൽ നീ ലജ്ജിച്ചു നിൽക്കാതെ ധൈര്യം അവലംബിച്ച് വജ്രായുധത്തെ പ്രയോഗിച്ചു കൊള്ളുക. നീ എന്നെ വധിച്ചാൽ ഞാൻ എന്തു ചെയ്യുമെന്നോ? പരമഗതിക്ക് തടസ്സമായ ഈ അസുര ശരീരത്തെ സസന്തോഷം ഭൂതങ്ങൾക്ക് ബലിയായി കൊടുക്കും. ഭഗവാനെ ശരണം പ്രാപിച്ച് അവരുടെ പാദധൂളിയെ ശിരസിൽ ധരിക്കും. പൂർവജന്മത്തിൽ സംകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചതെല്ലാം ആ പ്രഭുവിന്റെ കൃപയാൽ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അവിടുത്തെ ചരണാരവിന്ദത്തെ മാത്രം ആഗ്രഹിക്കുന്ന ഏകാന്ത ഭക്തനാണ്. എൻ്റെ സ്വാമി എനിക്ക് സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള സമ്പത്തുകളെയൊന്നും തരുകയില്ല. എന്തെന്നാൽ അവയൊന്നും നിർദോഷങ്ങളല്ല. അവ വൈരം, അസൂയ, ആദി, മതം, കലി, വ്യസനം മുതലായവയാകെ ഉണ്ടാക്കും. ഭോഗകാമിയായ നിന്നെപ്പോലെയുള്ളവർക്ക് ഭഗവാൻ അവയെ കൊടുക്കുകയുള്ളൂ. നിരപേക്ഷനായ എനിക്ക് നാഥൻ അവിടുത്തെ പാതാരവിന്ദത്തെ തന്നെ തരും. ഇത്രയും ഇന്ദ്രനോട് പറഞ്ഞപ്പോൾ മഹാത്മായ വൃത്രൻ ഭക്തിപരവശനായി ഭവിച്ചു. പരിസരങ്ങളെല്ലാം മറന്ന് ഹൃദയേശനായ ഭഗവാനോട് പ്രാർത്ഥിച്ചു: ഹേ സന്താപനാശന, അടിയന് എത്രയെത്ര ജന്മങ്ങൾ വന്നാലും വരട്ടെ. അപ്പോഴെല്ലാം അവിടുത്തെ അനന്യഭക്തരായ ദാസന്മാരുടെ ദാസ്യം മാത്രം തരേണമേ. പ്രാണനാഥനായ നിന്തിരുവടിയെ അടിയൻ അരക്ഷണവും മറക്കാതിരിക്കണമേ. അടിയന്റെ നാവ് തിരുനാമങ്ങളെ ഇടവിടാതെ കീർത്തിക്കണമേ. ശരീരം സദാകാലവും അവിടുത്തെ സേവന ചെയ്ത് ഇരിക്കണമേ. നിന്തിരുവടിയെ ശ്രീ ചരണങ്ങളെ അല്ലാതെ അടിയന് ബ്രഹ്മേന്ദ്രാദി പദവികളോ സിദ്ധികളോ തന്നെയുമേ വേണ്ട. ഹേ അരവിന്ദലോചന, നിന്തിരുവടിയെ ദിവ്യ കോമള വിഗ്രഹത്തെ കാണാൻ അടിയൻ കൊതിക്കുകയാണ്. ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ, അവ തികച്ചും നിസ്സഹായരാണ്. അവയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ ഏക ബന്ധുവും ആശ്രയവും തള്ളപ്പക്ഷി മാത്രമാണ്. കൂട്ടിനകത്തിരുന്നു കൊണ്ട് തങ്ങളുടെ എല്ലാമായ മാതാവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. പ്രേമസ്വരൂപ, ഈ ശരീരമാകുന്ന കൂട്ടിലിരിക്കുന്ന അടിയനും അവയെപ്പോലെ തന്നെ നിസ്സഹായനാണ്. അടിയന് വേറെ അവലംബമില്ല. നിന്തിരുവടിയെ ഒരു നോക്കു കാണാൻ വൈകി. കെട്ടിൽ പൊട്ടിക്കിടക്കുന്ന ഇളം പശുക്കുട്ടി വിശന്നു തളർന്ന തള്ളപ്പശുവിനെ കാത്തിരിക്കുന്നു. അതിനെ മാതാവിനെ മുലപ്പാലും ലാളനാസകവും മാത്രമേ അറിയാവൂ. അതെപ്പോൾ കിട്ടുമെന്ന് ഉറ്റുനോക്കി നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നും അതിനു വേണ്ട സ്വാമി. അടിയനും അതുപോലെ കർമ്മപാശത്താൽ കെട്ടുപൊട്ടിക്കിടക്കുകയാണ്. അടിയന് ഈ ബ്രഹ്മാണ്ടത്തിൽ ഒന്നിനെക്കുറിച്ചും ഒന്നും അറിഞ്ഞുകൂടാ. അറിയണമെന്ന ആഗ്രഹവും ഇല്ല. അവിടുത്തെ വാത്സല്യവും കരുണയും നിറഞ്ഞ കടാക്ഷത്തിന് മാത്രം ദഹിച്ചു വലയുകയാണ്. ഒരു പതിവ്രത, അവൾക്ക് ഈ ലോകം മുഴുവൻ പ്രിയ ഭർത്താവിനാൽ മാത്രമായി സ്ഥിതി ചെയ്യുന്ന പ്രാണനാഥൻ എപ്പോൾ സമീപത്തിരിക്കണം
ഒരു നിമിഷത്തെ വേർപാട് പോലും പരമസങ്കടമാണ്. എന്നിരിക്കെ നാഥൻ ദേശം വിട്ടുപോയാൽ അവളുടെ വിരഹവേദന എന്തായിരിക്കും? അവളുടെ ശരീരം വിട്ടിരുന്നാലും മനസ്സ് എവിടെയോ പ്രിയതമന്റെ പിന്നാലെ അലഞ്ഞു തിരികെയാവും. നാഥൻ മടങ്ങിവന്ന് ഒരിക്കലും പിരിയാതെ സദാ കണ്ടുകൊണ്ടിരുന്നാലേ അവൾക്ക് സ്വസ്ഥതയുള്ളൂ. പ്രാണനാഥ, അടിയനും അതുപോലെ തന്നെയാണ്. പതിയായ നിന്തിരുവടിയെ കാണാൻ ഹൃദയം വെമ്പലോടെ പിടയുകയാണ്. ഭഗവൻ അവിടുത്തെ മായയിൽപ്പെട്ട് ദേഹധാരാദികളെ അത്യാസക്തരായി ഓരോ കർമ്മങ്ങളെ ചെയ്ത് നിന്തിരുവടിയെ ഭജിക്കാതെ ചത്തും പിറന്നും കഴിയുന്ന ശുദ്ധ വിഷയികളുമായി അടിയന് ഒരിക്കലും ചേർച്ചയുണ്ടാവരുതേ. അടിയൻ അധപ്പതിച്ചു പോകും. അവിടുത്തെ പരിപാവനമായ ശ്രീചരണങ്ങളെ യാതൊരു പ്രയോജനവും കാക്ഷിക്കാതെ തൈലധാര പോലെ നിരന്തരം സേവിക്കുന്ന ഭക്തന്മാരുമായി മാത്രമേ അടിയന് സംസർഗമുണ്ടാകാവൂ. അവിടെയാണല്ലോ നിന്തിരുവടിയും എഴുന്നള്ളിയിരിക്കുന്നത്. അടിയൻ ഒരിക്കലും അവിടുത്തെ പ്രിയഭക്തന്മാരെ പിരിഞ്ഞിരിക്കരുതേ. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.